Lina is here with Beat OET. ഇന്നത്തെ എൻ്റെ വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടിയുള്ളതാണ്. എന്താണ് OET എക്സാം എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സമയം ഒട്ടും കളയാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? Come on, let us start. എല്ലാവർക്കും അറിയാവുന്നതുപോലെ OET മീൻസ് ഒക്കുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ്. OETക്ക് 4 മൊഡ്യൂൾസ് ആണുള്ളത്: ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. സെയിം ഡേ തന്നെ ഈ 4 മൊഡ്യൂൾസിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. യൂഷ്വലി 9 o'clock എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാഫ് ആൻ അവർ മുൻപേ കാൻഡിഡേറ്റ്സ് എല്ലാം എക്സാം സെൻറ്ററിൽ എത്തേണ്ടതാണ്. അവിടെ നിങ്ങളുടെ ID വെരിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. എക്സാം 9 o'clock സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് ലിസണിങ് എക്സാമിൽ ടോട്ടൽ 42 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അത് 45 minutes ഉള്ള ഒരു എക്സാമാണ്. നിങ്ങളെ ബ്രിട്ടീഷ് ആക്സെൻറ്റിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ആക്സെൻറ്റിലോ അതുമല്ലെങ്കിൽ അമേരിക്കൻ ആക്സെൻറ്റിലോ ഉള്ള ഏതെങ്കിലും ഓഡിയോ എക്സ്ട്രാക്റ്റുകളായിരിക്കും നിങ്ങളെ കേൾപ്പിക്കുന്നത്. അപ്പോൾ ലിസണിങ് എക്സാമിനെ 3 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്: പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി. പാർട്ട് എയിൽ ടോട്ടൽ 24 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. പാർട്ട് എ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1 to 12 ക്വസ്റ്റ്യൻസും 13 to 24 ക്വസ്റ്റ്യൻസ് ആയിട്ട്. പാർട്ട് എയിൽ നിങ്ങളെ ഒരു ഹെൽത്ത് കെയർ വർക്കറും ഒരു പേഷ്യൻറ്റും തമ്മിലുള്ള കൺസൾട്ടേഷൻ ആയിരിക്കും കേൾപ്പിക്കുന്നത്. ഇവിടെ സെൻറ്റൻസ് കംപ്ലീഷൻ ആണുള്ളത്. ഒരു 1 word പിക്കപ്പ് ചെയ്ത് നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതണം. പാർട്ട് എയിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും പാടില്ല. പാർട്ട് എയിൽ നിങ്ങളെ 5 minutes ദൈർഘ്യമുള്ള 2 ഓഡിയോ എക്സ്ട്രാക്റ്റുകളായിരിക്കും കേൾപ്പിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പാർട്ട് ബി, 25 to 30 ക്വസ്റ്റ്യൻസ്. ദാറ്റ് മീൻസ് അവിടെ 6 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾ 6 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓഡിയോ എക്സ്ട്രാക്റ്റുകളായിരിക്കും കേൾപ്പിക്കുന്നത്. പാർട്ട് ബിയുടെയും പാർട്ട് സിയുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കമ്പ്യൂട്ടർ ഇവാലുവേഷൻ ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ചോയ്സിൻ്റെയും നേരെ ഒരു റൗണ്ട് കാണും. നിങ്ങളത് പെൻസിൽ ഉപയോഗിച്ച് അവിടെ ഷെയ്ഡ് ചെയ്യണം. പാർട്ട് ബിയിലെ ഓഡിയോ എക്സ്ട്രാക്റ്റിൻ്റെ തീം എന്ന് പറയുന്നത് ഒരു ടീം ബ്രീഫിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഹാൻഡ് ഓവർ ആയിരിക്കും, അതും അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ വർക്കറും പേഷ്യൻറ്റും തമ്മിലുള്ളൊരു സ്മോൾ ടോക്ക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ എക്സ്ട്രാക്റ്റ് കേട്ടിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനിൽ ഷെയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് പാർട്ട് സി ആണ്. പാർട്ട് സിയിൽ ടോട്ടൽ 12 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിനെയും 6 questions ഈച്ച് എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങളെ 2 എക്സ്ട്രാക്റ്റുകൾ കേൾപ്പിക്കും. 5 minutes ദൈർഘ്യമുള്ള 2 എക്സ്ട്രാക്റ്റുകൾ. ഇവിടുത്തെ തീം എന്ന് പറയുന്നത് ഒരു മോണോലോഗ് ആയിരിക്കും. ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയർ റിലേറ്റഡ് ടോപ്പിക് അല്ലെങ്കിൽ ഒരു ഡിസീസിനെ കുറിച്ച് ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ വർക്കറിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്, അവരുടെ റിസർച്ച് പ്രോജക്റ്റിനെ കുറിച്ച് പറയുന്നതൊക്കെ ആയിട്ടുള്ള എക്സ്ട്രാക്റ്റുകളായിരിക്കും നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഇവിടെയും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതാണ് ലിസണിങ് എക്സാം. നെക്സ്റ്റ് ലിസണിങ് എക്സാം കഴിഞ്ഞാൽ ഉടൻ തന്നെ റീഡിങ് എക്സാം സ്റ്റാർട്ട് ചെയ്യും. റീഡിങ് എക്സാമും ലിസണിങ് എക്സാമിനെ പോലെ തന്നെ 3 പാർട്ടുകളുണ്ട്: പാർട്ട് എ, പാർട്ട് ബി ആൻഡ് പാർട്ട് സി. ഇവിടെ ലിസണിങ്ങിൽ നിന്നുള്ളൊരു ഡിഫറൻസ് എന്ന് വെച്ചാൽ പാർട്ട് എ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ ആൻസർ കീ കളക്ട് ചെയ്യും. പാർട്ട് എയിൽ ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നിങ്ങൾക്ക് 15 minutes മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് അതിൻ്റെ ആൻസർ കംപ്ലീറ്റ് ആക്കണം. വൺസ് 15 minutes കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പാർട്ട് എയുടെ ആൻസർ കീ അവർ കളക്ട് ചെയ്യും. പാർട്ട് എയിൽ ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയർ ടോപ്പിക്കിനെ കുറിച്ചുള്ള 4 പാരഗ്രാഫ്സ് കാണും. ക്വസ്റ്റ്യൻ മോഡൽസ് എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് മാച്ചിങ് ഉണ്ടായിരിക്കും, സെൻറ്റൻസ് കംപ്ലീഷൻ ഉണ്ടായിരിക്കും, ദെൻ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു 1 word ആൻസർ ആയിരിക്കും നിങ്ങൾക്ക് എഴുതാനുള്ളത്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് എക്സ്പെഡിഷ്യസ് റീഡിംഗ് ആണ്. ദാറ്റ് മീൻസ് നിങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ടും നിങ്ങൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ടും റീഡ് ചെയ്യണം. പാർട്ട് എ വളരെ ഈസിയാണ്. പാർട്ട് എയിൽ നിങ്ങൾ 20 ക്വസ്റ്റ്യൻസും കറക്റ്റ് ആക്കുകയാണെങ്കിൽ റീഡിംഗ് സബ് ടെസ്റ്റിന് ഈസി ആയിട്ട് നിങ്ങൾക്ക് B ഗ്രേഡ് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. സോ ഇവിടെ നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് റീഡ് ചെയ്ത് 15 minutesനുള്ളിൽ 20 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആക്കുക. നെക്സ്റ്റ് പാർട്ട് ബി ആണ്. പാർട്ട് ബിയും പാർട്ട് സിയും കമ്പ്യൂട്ടർ ഇവാലുവേഷൻ ആണ്. പാർട്ട് ബിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ 3 ഓപ്ഷണൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ദാറ്റ് മീൻസ് എ, ബി, സി എന്ന് പറയുന്നത് നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് കാണും. ഇവിടെ നിങ്ങൾക്ക് 6 ഡിഫറെൻറ്റ് ടെക്സ്റ്റുകൾ തരും. അത് റീഡ് ചെയ്ത് നോക്കണം. ഓരോ ടെക്സ്റ്റുകൾക്കും 100 to 150 words കാണും. ഓരോ പാരഗ്രാഫിൻ്റെയും ടോപ്പിക് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ മാനുവൽസോ ഹോസ്പിറ്റൽ ഗൈഡ് ലൈൻസോ
അതുമല്ലെങ്കിൽ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻസ് ആയിട്ടുള്ള മെമ്മോ, ഇമെയിൽ, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റുകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അതാണ് പാർട്ട് ബി. പാർട്ട് ബി കഴിഞ്ഞാൽ പാർട്ട് സി ആണ്. പാർട്ട് സിയിൽ ടോട്ടൽ 16 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് 2 ടെസ്റ്റുകൾ തരും. ആ 2 ടെസ്റ്റുകളും വലിയ ടെക്സ്റ്റുകളായിരിക്കും. ഏകദേശം 800 വേർഡ്സോളമുള്ള ടെക്സ്റ്റുകളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ തരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആൻഡ് കെയർഫുൾ റീഡിങ് വളരെ ആവശ്യമാണ്. ദാറ്റ് മീൻസ് ഇവിടെ നിങ്ങളുടെ ഓരോ പാരഗ്രാഫിൻ്റെ ഇന്നർ മീനിങ്ങും ഇവിടെ ഓതറിൻ്റെ ഒപ്പീനിയനും എല്ലാം നിങ്ങളോട് ചോദിക്കുന്നതായിരിക്കും പാർട്ട് സി. പാർട്ട് സി യൂഷ്വലി റീഡിങ്ങിൽ അല്പം ടഫായിരിക്കും. ഇവിടെ 4 ഓപ്ഷൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ദാറ്റ് മീൻസ് A, B, C, D എന്ന് 4 ഓപ്ഷൻസ് കാണും. ഈ 4 ഓപ്ഷൻസിൽ നിന്ന് വേണം നിങ്ങൾ കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാൻ വേണ്ടി. റീഡിങ് എക്സാം 1 hour എക്സാം ആയിരിക്കും. പാർട്ട് എക്ക് 15 മിനിറ്റ്സ്, പിന്നെ പാർട്ട് ബിയും സിയും 45 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം. റീഡിങ് എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ റൈറ്റിംഗ് എക്സാം സ്റ്റാർട്ട് ചെയ്യും. OET റൈറ്റിങ്ങിന് യൂഷ്വലി ഒരു ലെറ്ററാണ് നമ്മൾ എഴുതുന്നത്. അത് റെഫറൽ ലെറ്റർ ആകാം, ഡിസ്ചാർജ് ലെറ്റർ ആകാം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ലെറ്റർ ആകാം. വളരെ റെയർ ആയിട്ട് ഇൻഫർമേഷൻ ലെറ്റർ ചോദിക്കാറുണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് അല്ലെങ്കിൽ ഒരു ക്രൗഡിന് അഡ്വൈസ് കൊടുക്കുന്ന പോലുള്ള ലെറ്ററാണ്. അത് വളരെ റെയർ ആയിട്ട് മാത്രമേ ചോദിക്കാറുള്ളൂ. റൈറ്റിംഗ് എക്സാമിന് 45 മിനിറ്റ്സ് ആണുള്ളത്. ഇതിൽ ഫസ്റ്റ് 5 മിനിറ്റ്സ് റൈറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിച്ചു നോക്കാനുള്ള ടൈമാണ്. സ്പീക്കിംഗ് എക്സാമിൽ ഒരു ഇൻ്റർലോക്യൂട്ടർ കാണും. ഇൻ്റർലോക്യൂട്ടർ മീൻസ് അവർ ഇവാലുവേറ്റർ അല്ല, മറിച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നവരാണ്. നിങ്ങൾ ഒരു ഹെൽത്ത് കെയർ വർക്കറിൻ്റെ റോൾ, ഇപ്പം നിങ്ങൾ നേഴ്സ് ആണെങ്കിൽ നേഴ്സ്, ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ, അല്ലെങ്കിൽ ഡയറ്റീഷ്യൻ ആണെങ്കിൽ ഡയറ്റീഷ്യൻ്റെ റോള് പ്ലേ ചെയ്യണം. ഇൻ്റർലോക്യൂട്ടർ ഒരു പേഷ്യൻ്റ്, അതല്ലെങ്കിൽ ഒരു പേഷ്യൻ്റെ റിലേറ്റീവായിട്ട് പ്ലേ ചെയ്യും. സ്പീക്കിംഗ് എക്സാമിൽ നിങ്ങൾക്ക് റോൾ പ്ലേ കാർഡ് ആയിരിക്കും തരുന്നത്. അങ്ങനെ 2 റോൾ പ്ലേ കാർഡ് തരും. ഓരോ റോൾ പ്ലേയും നിങ്ങൾ 5 മിനിറ്റ്സ് വീതം ആക്ട് ചെയ്ത് കാണിക്കണം. സ്പീക്കിംഗ് എക്സാമിനും ID വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ID വെരിഫിക്കേഷന് ശേഷം വാമപ്പ് ക്വസ്റ്റ്യൻസ് കാണും. ദാറ്റ് മീൻസ് നിങ്ങളെ ഒന്ന് റിലാക്സ് ചെയ്യിക്കുന്നതിന് വേണ്ടി. വാമപ്പ് ക്വസ്റ്റ്യൻസ് ഒരിക്കലും ഇവാലുവേറ്റ് ചെയ്യില്ല. നിങ്ങൾ ഇൻ്റർലോക്യൂട്ടറിൻ്റെ ടോണ്, വോയിസ് ഒക്കെ ആയിട്ടൊന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയാണ് വാമപ്പ് ക്വസ്റ്റ്യൻ. വാമപ്പ് ക്വസ്റ്റ്യൻ യൂഷ്വലി നിങ്ങളുടെ പ്രൊഫഷൻ റിലേറ്റഡ് ആയിരിക്കും. എന്തുകൊണ്ട് നേഴ്സിംഗ് സെലക്ട് ചെയ്തു, അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷനിലെ ചലഞ്ചസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് OET സെലക്ട് ചെയ്തു, നിങ്ങൾക്ക് ഫ്യൂച്ചർ നേഴ്സസിന് എന്തൊക്കെ അഡ്വൈസ് കൊടുക്കാം, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും യൂഷ്വലി ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ റിയൽ സ്പീക്കിംഗ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് 2 റോൾ പ്ലേ കാർഡ് ഉണ്ടായിരിക്കും. ഓരോ റോൾ പ്ലേ കാർഡ് നിങ്ങൾ 5 മിനിറ്റിനുള്ളിൽ സ്പീക്ക് ചെയ്ത് തീർത്തിരിക്കണം. ഓരോ റോൾ പ്ലേക്ക് മുമ്പ് നിങ്ങൾക്ക് 3 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈം ഉണ്ട്. ആ ടൈമിൽ നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നോ അതെല്ലാം നിങ്ങൾക്ക് ഒരു പെൻസിൽ ഉപയോഗിച്ച് അവിടെ എഴുതി വെക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് സ്പീക്ക് ചെയ്യുന്ന സമയത്ത് അത് നോക്കി സംസാരിക്കാവുന്നതാണ്. കാരണം നിങ്ങളുടെ വീഡിയോ ഒരിക്കലും റെക്കോർഡ് ചെയ്തിട്ടില്ല, നിങ്ങളുടെ ഓഡിയോ ആയിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചേക്കുന്ന, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന കണ്ടന്റ് നോക്കി സംസാരിക്കാവുന്നതാണ്. ഇത്രയുമാണ് OET എക്സാമിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ വിചാരിക്കും പറഞ്ഞപ്പോൾ എന്ത് ഈസി, എല്ലാം കഴിഞ്ഞല്ലോ ഇല്ലേ? എനിക്കും അറിയാം എല്ലാ എക്സാമുകൾക്കും അതിൻ്റേതായ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും വിൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് OET സ്കോറിങ്ങിനെ കുറിച്ച് നോക്കാം. OET എക്സാം കഴിഞ്ഞതിന് ശേഷമുള്ള 16th വർക്കിംഗ് ഡേയിലാണ് നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. അതും ഓൺലൈനായിട്ട് പബ്ലിഷ് ചെയ്യും. OETയുടെ എക്സാം റിസൾട്ട് നമ്മൾ ഗ്രേഡിങ്ങിലാണ് പറയുന്നത്. A, B, C+, C, D and E. ഈ ഗ്രേഡിങ് 500 മാർക്ക് സ്കോറിനെ ബേസ് ചെയ്തായിരിക്കും പറയുന്നത്. A ഗ്രേഡ് മീൻസ് നിങ്ങളുടെ സ്കോർ 450 to 500 ആയിരിക്കും. B ഗ്രേഡ് മീൻസ് 350 to 440. C+ മീൻസ് 300 to 340. C മീൻസ് 200 to 290. പിന്നെ അതിന് താഴോട്ട് D, E. നേഴ്സസ് യൂഷ്വലി B സ്കോർ അച്ചീവ് ചെയ്യണം. നിങ്ങളുടെ എയിം B സ്കോർ അച്ചീവ് ചെയ്യുന്നതിലായിരിക്കണം. ഇപ്പം UK ആണെങ്കിൽ റൈറ്റിങ്ങിന് C+ മതി. എങ്കിൽ പോലും നിങ്ങൾ D ഗ്രേഡിനെ എയിം ചെയ്ത് വേണം പഠിക്കാൻ. സോ ഇന്ന് മുതൽ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിക്കൊള്ളും. എല്ലാവരുടെ എയിം OETക്ക് B സ്കോർ അച്ചീവ് ചെയ്യുക എന്ന് മാത്രമായിരിക്കണം. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഫോളോയിങ് വീഡിയോസിൽ നമ്മൾ OETയിലെ ഈച്ച് മൊഡ്യൂൾസിനെ കുറിച്ചും OET ഗ്രാമറിനെ കുറിച്ചും
ഓരോ മൊഡ്യൂൾസിലെ ടിപ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. സോ ഇന്നത്തേക്ക് ബൈ ബൈ.